സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞു. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് നേരെ കിട്ടൂലോ. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും അറിയണ്ട, അവിടെ പോയി ക്യൂ നിൽക്കണ്ട, വരിക. ഡിജി യാത്രയും കൂടി ഉണ്ടെങ്കിൽ നേരെ കൗണ്ടറിൽ ഫേസ് കാണിക്കുക, അകത്ത് കയറുക, നേരെ സെക്യൂരിറ്റി ചെക്കിനിലേക്ക് വരിക. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നിരിക്കാം. നമ്മുടെ ഫ്ലൈറ്റ് 9:30-ക്കാണ്. ഇപ്പം സമയം 8:15 നമുക്ക് 9 മണിയാകുമ്പോഴാണ് ബോർഡിങ് തുടങ്ങുന്നത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഒറ്റയ്ക്കാണോ ഈ ട്രിപ്പ് പോകുന്നതെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് ഒറ്റയ്ക്കൊരു ട്രിപ്പ് പോകാൻ അടുത്തങ്ങ് സാധിക്കുന്ന തോന്നണില്ല. ബിക്കോസ് ഐ എം നോട്ട് എ സോളോ ട്രിപ്പ് പേഴ്സൺ. വി ഹാവ് എൻ്റെ ഫിൽഡുവിൻ്റെ ഫസ്റ്റ് എന്താ പറയുക, ഇങ്ങനത്തെ യാത്രയല്ല. എല്ലാവരും ഉണ്ടാവാറുണ്ട്. മൈക്ക് വെക്കാത്തതുകൊണ്ട് എന്തോരം ക്ലാരിറ്റിയിൽ സൗണ്ട് കിട്ടുന്ന അറിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫിൽഡു ആണ് എന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പോണേന്ന്. നെവർ. ഫിൽഡു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ചപ്രിയായിരിക്കും. ഞാൻ നന്നായി വീഡിയോ എടുക്കും. കരയ മ്യൂസിക് ഇടണോട്ടോ എഡിറ്റ്. We have the professional videographer with us. Introducing Surya Saji. Yay! Clap, 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 clap. സൂര്യയുടെ ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. ഏ പറ. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു? സെക്യൂരിറ്റിക്കാര് പിടിച്ചു നിർത്തി. ചുമ്മാ അറിഞ്ഞ. അപ്പൊ ഇനി എന്താ, ഇച്ചിരി ഇങ്ങനെ അകത്തി പിടിക്കണം. എന്നെ ഓക്കെയാണ്ട് ഞാൻ ഇവനൊക്കെ പോവും, പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവും. അത് ആയുഷ്കാലം ഇവനൊക്കെ പോവും. ആകെ എന്റെ ഫീൽഡ് മാത്രമേ ഊച്ചാളി വീഡിയോ ആണെങ്കിൽ എടുത്തു പറയാൻ എനിക്ക് ഉണ്ടാവുള്ളൂ. എത്ര വീഡിയോസിനെ നല്ലോണം എടുത്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് അവളെന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു ഞാനിനി വീഡിയോ എടുത്തു കൊടുക്കില്ല. ടോക്സിക് നാത്തൂനായതുകൊണ്ട് അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് പോയി വരുമ്പോ അപ്പൊ തന്നെ ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് സ്ഥലമൊന്നും ഞാൻ പറയണില്ല. ആദ്യം തന്നെ നമ്മൾ ക്ലൂ തരാം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ സിനിമകൾ പിറന്ന നാടാണ്. പക്ഷെ ഇതൊരു മലയാള നാടല്ല. ക്ലൂ, അല്ലു അർജുന്റെ ജന്മനാട്. ഇനി ഞാൻ സ്ഥലം പറയൂല, നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. ഫിൽഡയോട് ചോദിച്ചില്ല എന്താ വേണ്ടത്. അവളവിടെ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തോണ്ടിരിക്കും. ഞാനിവിടെ പറന്നു വന്നത് മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല. കരം തട്ടിടുന്നു. ഞാന് വലിയ കാര്യമായിട്ട് ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചിട്ട് കറക്കിക്കൊണ്ടിരുന്നത് അവിടെ മുഴുവൻ ഒഴിച്ച്. എങ്ങനെയുണ്ട് തട്ട ഇഡലി? കുഴപ്പമില്ല. അത് കേട്ടാൽ തന്നെ മനസ്സിലാവും വലിയ മെച്ചമല്ല എന്ന്. എനിക്ക് എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ആദ്യത്തെ ഊക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ആന്ധ്രയിലെ ബെസ്റ്റ് ഫുഡ് തരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ആന്ധ്രയല്ല. അത് പിന്നെയാണ് ഞാൻ ഓർത്തത് ഹൈദരാബാദ് തെലങ്കാനയിലായിരുന്നു. ഇത് സ്പ്ലിറ്റ് ആയ കാര്യം ഞാൻ മറന്നുപോയി. എനിക്ക് ഇച്ചിരി ലോകവിവരം കുറവായിരുന്നു. നിനക്കറിയായിരുന്നു അത്? എനിക്ക് മാത്രമല്ല, നിനക്കറിയായിരുന്നോടാ? അവനൊരു സൂപ്പർ അടിപൊളി. അപ്പൊ ഇനി അറിയാൻ പാടാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് അല്ല, തെലങ്കാനയാണ്. എയർപോർട്ടിൽ നിന്ന് നമുക്ക് 1 hour ഉണ്ട് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. നമ്മളൊരു Airbnb ബുക്ക് ചെയ്ത് 3 രാത്രിയിലേക്ക് നമുക്ക് 7500 രൂപയായിട്ടോ ആയുള്ളൂ. ആക്ച്വലി അത് 2 BHK. അപ്പം നമുക്ക് 3 പേർക്കും കൂടിയിട്ട് 2 BHKയുടെ ഒരു Airbnb 7500. അത് പ്രിറ്റി ഗുഡ്, അത്യാവശ്യം നല്ല. ഇതൊക്കെ അത് ഫോട്ടോ കണ്ടപ്പോൾ തോന്നി നമുക്ക് ചെന്നിട്ട് നോക്കാതെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ദൂരത്തിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. 1800 രൂപയായി ഏകദേശം. ഇവിടുന്ന് നമുക്ക് ഈ ഊബർ വിളിച്ച്, നമ്മൾ നമ്മയാത്രയാണ് ഊബറിനെടുത്ത് നമ്മയാത്ര വിളിച്ച് നമ്മൾ അവിടെ വരെ എത്തണേ. കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഈ നമ്മയാത്ര ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഹൈദരാബാദ് എക്സ്പീരിയൻസ്, അങ്ങനെ നമ്മുടെ പേര് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഹൈദരാബാദിലാണ് എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഹൈദരാബാദ് എക്സ്പീരിയൻസ് എല്ലാവരെയും കാണിച്ചു തരാം.
ഒരു Airbnb ആണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓൾഡ് ഹൈദരാബാദ്, ന്യൂ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് 2 ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓൾഡ് ഹൈദരാബാദിലാണ് നമുക്ക് കാണാൻ പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണത് ഈ ന്യൂ ഹൈദരാബാദ്, ന്യൂ സിറ്റി പോലെ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു Airbnb എടുത്തത്. ഇത് ഞാൻ പറഞ്ഞില്ല ആദ്യം. അതായത് 3 നൈറ്റിലേക്ക് നമുക്ക് 7500 രൂപയുള്ളൂ. ഞാൻ 2 BHK ആണെന്ന് ചോദിച്ചാൽ ആക്ച്വലി 3 BHK ആണ്. കാണിച്ചു തരാം കേട്ടോ. ദേ ഇവിടെ നമ്മൾ താമസിക്കുന്ന Airbnb അപ്പാർട്ട്മെൻറ്റ്. ഹായ് പറഞ്ഞേ. ഹായ്. ഇവിടെ ദേ ചെറിയൊരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഹോള് കണ്ടോ, കിച്ചൺ ഉണ്ട്. കിച്ചൺ, അവിടെ സ്റ്റോർ റൂം, നമുക്ക് അലക്കി വിരിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം അലമ്പാക്കി കണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇന്നഫ് ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി കേട്ടോ. ഇത് അത്രയും രൂപയ്ക്ക് ലാഭമല്ലേ. 3 BHK. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, എല്ലാം വിത്ത് AC കണ്ടോ. ഇവിടെ അടുത്ത ബെഡ്റൂം. അങ്ങനെ ഇല്ല. പിന്നെ അതല്ല, വേറെ തമാശ, നമുക്ക് മസാജേഴ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. എനിക്കതിന് നമ്മൾ കൂടിയ ഹോട്ടൽസിൽ താമസിച്ചിട്ട് പോലും അവിടെയൊക്കെ ഇത് പേയബിളാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും നമ്മൾ കാണാത്ത മസാജറൊക്കെ വരതേ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാം കറങ്ങി ഒക്കെ വന്നിട്ട് രാത്രി നമുക്ക് മസാജറിലിരിക്കുമ്പോൾ കുറച്ച് പേര് ആശ്വാസം കിട്ടും. ഫ്രിഡ്ജുണ്ട്, കൊള്ളാട്ടോ. ഇത് വർത്ത് ഫോർ ദ മണിയാണ് 3 നൈറ്റ്സിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. നമ്മൾ Airbnb വഴി തന്നെ നേരെ ബുക്ക് ചെയ്യുക ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. ഇപ്പം സമയം ഏകദേശം 1:15 ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിച്ചില്ല, നമ്മൾ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. പക്ഷെ നമുക്കിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഓൾഡ് ഹൈദരാബാദിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ബാക്കി കാഴ്ചകൾ കാണാം. ഞാൻ മേക്കപ്പ് ഇട്ട് കൂടിപ്പോയി. ഇപ്പം ഇവരെന്നെ ഡൊറോത്തി മദാബാദ് പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇപ്പം 2:45 സമയം. ഇപ്പോഴാണ് ഓട്ടോ ചേട്ടൻ വന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ട് കാണാനാണ് പോകുന്നത്. അറിയില്ല നമ്മുടെ ഈ ട്രിപ്പ് എങ്ങനെയാവുന്നുള്ളത്. നമുക്ക് അവസാനം കാണാം ഇത് എങ്ങനെ അവസാനിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര ഹെക്റ്റിക് ഡേ ആയി. നമ്മൾ Airbnb പറ്റി കുറേ പൊക്കി പറഞ്ഞു. പക്ഷെ ആക്ച്വലി അത് ഭയങ്കര ദൂരെ, അത് ഭയങ്കര ഇൻറ്റീരിയറിലാണ്. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ക്യാബൊന്നും കിട്ടണ്ടായില്ല. 2 ദിവസം ഒരു ഓട്ടോയെ കിട്ടി. അവിടെ നിന്ന് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലെടുത്തു നമുക്ക് എത്താനായിട്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കാലത്ത് നമ്മൾ കഴിച്ച ഇഡ്ഡലി മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കടയിൽ കയറി നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കട കഴിച്ചു കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഞാൻ കട കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. അപ്പോൾ മിക്കവാറും ഇനി ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് സമയം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ജസ്റ്റ് എന്തായാലും നമുക്ക് കയറണമല്ലോ. ഞങ്ങൾക്ക് 6 മണിക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് എത്തണം അവിടെ. ഞങ്ങളിന്ന് രാവിലെ മുതൽ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങണേ കേട്ടോ. ഇതുവരെ അതായത് ഒരു ഫ്ലോപ്പ് ഡേ. നമ്മൾ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി. നമ്മുടെ Airbnb ഈ പറഞ്ഞാൽ ദൂരെയായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മളൊരു സിറ്റിയിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്കറിയില്ല. ഞങ്ങൾ ആകെ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചു. ഇപ്പം സമയം 5:30 ഇനി നമുക്ക് ആ സിംഗ് ബസിൻ്റെ അടുത്ത് എത്തണം. നമുക്ക് ആ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ ഓട്ടോറിക്ഷ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓ മൈ ഗോഡ്, വാട്ട് വിൽ വി ഡു? അതല്ല, അത് സിംഗ് ബസ്സാണോ? അല്ല, നമ്മൾ ബസ് നോക്കി വെക്കാതെ വേണ്ടിയിട്ട് 1/2 മണിക്കൂറായി. ബസ് ഇപ്പോൾ അവർ വിളിച്ചു 5 മിനിറ്റും വരുന്നു പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഇൻഫ്ലുവൻസർ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ലൈഫ് കാര്യമൊക്കെ ശരിയാണ്. നമുക്ക് പൈസ അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ബിഹൈൻഡുള്ളൊരു കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് സത്യം പറഞ്ഞ മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല. ഇപ്പം സമയം 6:30 ആവാറായി. ഈ നേരം വരെ ഓട്ടാണ്. പൊടിയും എല്ലാം അടിച്ച് നമ്മളിങ്ങനെ ഓടുക. ഇപ്പം ഒന്ന് ഇരിക്കാനൊരു കസേര പോലും കിട്ടിയില്ല. പക്ഷെ ട്രാവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കതിനൊരു ബുദ്ധിമുട്ട് തോന്നാത്തത്. പക്ഷെ നമ്മളെപ്പോഴും പുറമേ കാണുമ്പോൾ ഇതിൻ്റെ ഒരു
എന്താ പറയുക ആ ഒരു ഭയങ്കര എന്താ പറയുക നല്ല വശങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ബിഹൈൻഡുള്ള ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞത് ചെറിയ കാര്യമില്ല. ഇരിക്കാൻ കസേരമില്ലായിട്ട് നമ്മൾ ഇരിക്കണ ഈ സ്ഥലം ഇതാണോ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ കുറെ ഇങ്ങനെ കട്ടകൾ കൂട്ടിയിട്ടാണ് അതിന്റെ മുകളിലോ കയറി ഇരിക്കുന്നത് തന്നെ. അല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യണ വലിയ ത്യാഗം എന്നല്ല, പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് നമ്മൾ ഈ പുറമെ കാണുന്ന 1 മിനിറ്റ് റീലിന്റെ പുറകില് ഒരുപാട് നമ്മുടെ എഫേർട്ട് ഉണ്ടെന്നൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സച്ച് എ ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഞങ്ങള് കാലത്ത് മുതൽ അലഞ്ഞു തിരിഞ്ഞ് ഈ ഗുദാമിലുള്ള എയർബിഎൻബിയിലും വന്ന് ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന വീഡിയോ എടുക്കട്ടെ. ഞങ്ങള് ഇവിടെ വന്ന് എന്നുവെച്ചാൽ നമ്മൾ 7 മണിക്ക് സിംഗ് ബസിന്റെ ഷൂട്ടും കഴിഞ്ഞ് ആ സ്ഥലത്തുനിന്ന് നമ്മൾ പോന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ എത്ര മണിയെന്നറിയോ? 9:30 അടുത്തായി. എന്നിട്ട് പിന്നെ അതേപ്പോൾ കുളിച്ച് തൃഷ അല്ലേ വിജയുടെ ബർത്ത്ഡേക്ക് തൃഷയുടെ ഫോട്ടോ കണ്ടില്ലായിരുന്നു പോസ്റ്റ് ചെയ്തേ? 6 മില്യൺ ലൈക്കൊക്കെ കിട്ടിയ ഫോട്ടോയോ. അതിനകത്ത് ഞങ്ങളിങ്ങനെ സൂം ചെയ്ത് അവർ മേടിച്ച കേക്കിൻ്റെ ബ്രാൻഡ് കണ്ടുപിടിച്ചായിരുന്നു. കോൺസൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡായിരുന്നേ. അപ്പോൾ ആ ഫോട്ടോ ഞാൻ കാണിക്കാട്ടോ അതിനകത്ത്. അപ്പോൾ ആ ബ്രാൻഡ് ആക്ച്വലി 2-3 സ്ഥലത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുള്ളൂ. അതിനകത്ത് ഒരെണ്ണം ഹൈദരാബാദാണ്. നമ്മൾ സ്വിഗ്ഗി നോക്കിയപ്പോൾ കറക്റ്റ് ആ സാധനം നമുക്ക് സ്വിഗ്ഗിയിൽ കിട്ടി. ഞങ്ങൾ അതിൻ്റെ റീൽ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. റീൽ എടുത്തു, പക്ഷെ അത് യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഇത് രണ്ട്, ഇത് ടിരാമിസും ഇത് അവരുടെ മാംഗോ ട്രസ്ലെച്ചയാണ് കേട്ടോ. ഞാൻ ഇത്തിരി കഴിച്ചോട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ എൻ്റെ കൂടി മുന്നേ തിന്ന് തീർക്കാൻ നോക്കുക. ഞാനും പഠിച്ചു പറ്റി. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. ഈ വീഡിയോയിലല്ല ഫോട്ടോയിൽ അവർ വെച്ചേക്കുന്ന ടിരാമിസു ആണെങ്കിലും ടിരാമിസു ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും, കോഫി ലവേഴ്സ് ആണെങ്കിലും. ഇത് പക്ഷേ മാംഗോ ട്രസ്ലെച്ച ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. ഞങ്ങൾ അതിൻ്റെ സ്വിഗ്ഗിയിലൊരു നൂഡിൽസ് ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ ഡേ 1 ഇൻ ഹൈദരാബാദ്. നമ്മളിത് ഓരോ പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഓരോ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാലത്ത് പാക്കലോ